ബഹ്റൈനിലെ ആകാശത്തിന് ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വലിയ ചൂടൊക്കെ കഴിഞ്ഞ് ആ തണുത്ത കാറ്റ് വീശി തുടങ്ങുമ്പോഴേക്കും ദൂരദേശങ്ങളിൽ നിന്ന് ഒരുപാട് വിരുന്നുകാർ ഇങ്ങോട്ട് വരാറുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന ദേശാടന പക്ഷികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മണൽക്കാറ്റും കടൽ തീരവുമുള്ള നമ്മുടെ ഈ കൊച്ചു രാജ്യം ഇപ്പോൾ ആ പക്ഷികളുടെ കലപില ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സീസണിൽ ഏറ്റവും മനോഹരമായ കാഴ്ച സനത് കണ്ടൽക്കാടുകളിലും തുബ്ലി ഉൾക്കടലിലും പോയാൽ കാണാം. അവിടെ വെള്ളത്തിന് മുകളിൽ ഒരു പിങ്ക് വിരിപ്പിട്ടതുപോലെ നൂറുകണക്കിന് ഫ്ലെമിംഗോകളാണ് തമ്പടിച്ചിരിക്കുന്നത്. അവ ശാന്തമായി ആഹാരം തേടുന്നതും പെട്ടെന്നൊരു വിമാനം റൺവേയിലൂടെ ഓടി ഉയരുന്നത് പോലെ വെള്ളത്തിന് മീതെ പാദങ്ങൾ ചലിപ്പിച്ച് ചിറകടിച്ചുയരുന്നതും കാണാൻ നല്ല രസമാണ്. ഫ്ലെമിംഗോകൾ മാത്രമല്ല, ഗ്രേഹെറോണും ഓസ്പ്രയും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. യൂറോപ്പിലെയും ഏഷ്യയുടെ വടക്കൻ ഭാഗങ്ങളിലെയും കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവ അറേബ്യൻ തീരത്തേക്ക് പറന്നെത്തുന്നത്. നഗര തിരക്കുകൾക്കിടയിലും നമ്മുടെ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും ഈ പക്ഷികൾക്ക് സുരക്ഷിതമായ ഒരു വീട് ഒരുക്കുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. സന്ധ്യാസമയത്ത് ആകാശത്ത് കറുത്ത വരകൾ തീർത്ത് കൂട്ടമായി പറക്കുന്ന ഈ പക്ഷികളെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: പ്രകൃതിക്ക് അതിരുകളില്ല എന്ന്. ഈ ശൈത്യകാലം തീരുന്നത് വരെ ബഹ്റൈന്റെ മണ്ണും ആകാശവും ഇവർക്ക് സ്വന്തമാണ്. അതിജീവനത്തിനായി ദൂരം താണ്ടിയെത്തുന്ന ഈ കൊച്ചു പറവുകൾ പ്രത്യാശയുടെ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്.